ഹായ് നമസ്കാരം, അഭിലാഷാട്ടയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഫേസ്ബുക്കിൽ ഒന്ന് രണ്ട് വീഡിയോ വന്നു. സുരേഷ് എന്നൊരു വ്യക്തിക്കെതിരായിട്ട് ഞാൻ തെറി വിളിക്കുന്ന വീഡിയോ ആണ്. മറിച്ച് സുരേഷ് എന്നെ അതിലും മോശമായിട്ട് എൻ്റെ മരിച്ചുപോയ അമ്മയെക്കുറിച്ച് പറഞ്ഞ് ഒരുപാട് വീഡിയോ ഇട്ടു. നിങ്ങൾ അയാളുടെ അക്കൗണ്ടിൽ പോയി നോക്കിയാൽ കാണാം. അതുപോലെ ഒരു 19 വീഡിയോയിൽ കൂടുതൽ അയാൾ ഇടുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മളും പ്രതികരിച്ചില്ലെങ്കിൽ നമുക്ക് മെൻ്റലായി പോകും. അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ഇട്ടു. ആ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ പല സുഹൃത്തുക്കളും എന്നോട് ചോദിച്ചു, എന്താണ് അഭിലാഷ് ഇങ്ങനെ തെറി പറഞ്ഞ് വീഡിയോ ഇടുന്നത്, തെറി പറഞ്ഞ് വീഡിയോ ഇടുന്നത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ സുരേഷിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞപ്പോൾ പോയി നോക്കിയപ്പോൾ ഇവർക്ക് കാര്യം മനസ്സിലായി. പല ചേട്ടന്മാരും ചേച്ചിമാരും എന്നോട് ചോദിച്ചു, എന്താണ് അഭിലാഷ് ഇങ്ങനെ തെറി വിളിക്കുന്നത്. അയാളുടെ വീഡിയോസ് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു അത് മോശമാണ് അയാൾ പറയുന്നത്. കാരണം എന്തു ആയിക്കോട്ടെ, ഞാൻ ചെയ്യുന്ന കണ്ടൻറ്റ് മോശമാണെങ്കിൽ ആ കണ്ടൻറ്റിനെ കുറിച്ച് പറയുക, കണ്ടൻറ്റ് മോശമാണെങ്കിൽ ആ കണ്ടൻറ്റിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്നെ പറയാം. എൻ്റെ അമ്മയെ പറയേണ്ട കാര്യമില്ലോ. എൻ്റെ അമ്മ അയാളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഇല്ല. അപ്പോൾ എൻ്റെ അമ്മയെ വിളിച്ച് ഇപ്പോഴും അയാൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീണ്ടും അയാളെ തെറി വിളിക്കാൻ അറിയാഞ്ഞിട്ടല്ല, ഞാൻ പറഞ്ഞാൽ ശരിക്കും പറയും. പക്ഷേ കുറച്ച് സുഹൃത്തുക്കൾക്ക് ഞാൻ വാക്ക് കൊടുത്തു, ഇനി ഞാൻ തെറി പറഞ്ഞുള്ളൊരു വീഡിയോ ഇടില്ല എന്ന് വാക്ക് കൊടുത്തുകൊണ്ട് മാത്രമാണ് ഞാൻ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളോടായിട്ട് ചോദിക്കാനാണ് ഞാൻ വന്നത്. ഇനി ഞാൻ അയാളെ തെറി വിളിച്ച് വീഡിയോ ഇടണോ വേണ്ടെന്നുള്ളത് കമൻറ്റിലൂടെ പറയുക. കാരണം നമുക്ക് സഹിക്കുന്നതിൽ പരിധിയുണ്ട്. കാരണം ഈ കഴിഞ്ഞ ദിവസം ഈ മിനിയാന്ന് അയാളെ കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കേണ്ട, വീഡിയോ ഇടുന്ന സ്റ്റോപ്പ് ചെയ്തു, വീഡിയോ പരിപാടി സ്റ്റോപ്പ് ചെയ്തു. എൻ്റെ മരിച്ചുപോയ മോളാണേ ഞാൻ വീഡിയോ ഇടില്ല എന്ന് പുള്ളി പറഞ്ഞു. നിങ്ങൾ കേൾക്കണം, അയാൾ പറഞ്ഞത് അയാളുടെ മരിച്ചുപോയ മോളാണേ സത്യം വീഡിയോ ഇടില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ മരിച്ചുപോയരെന്നും പിടിച്ച് സത്യം ചെയ്യേണ്ട സുരേഷ് ഏട്ടാന്ന് പറഞ്ഞു. എന്നിട്ടാണ് പുള്ളി ഇപ്പോൾ വീണ്ടും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. മരിച്ചുപോയ മോളെ വരെ പിടിച്ച് സത്യം ചെയ്താണ് സുരേഷ് ഭായി എന്നോട് പറഞ്ഞത് വീഡിയോ ഇടില്ല എന്ന്. ഒരു കാര്യം സുരേഷ് ഏട്ടാ, ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കൊച്ചിനെ പിടിച്ച് നിങ്ങൾ സത്യം ചെയ്തിട്ടാണ് ഇപ്പോൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ആ കൊച്ചിനോട് നിങ്ങൾ എന്ത് വില കൊടുക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കുക. എന്നിട്ട് പറ, നിങ്ങൾ വീഡിയോ ഇട്ടോ, വീഡിയോ ഇടുന്നത് ഞാൻ മോശമായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന വീഡിയോ നിങ്ങൾ ഇട്ടോ, അതിൽ എന്നെ പറഞ്ഞിട്ടോ. എൻ്റെ അമ്മയെ പറയേണ്ട കാര്യമുണ്ടോ? എൻ്റെ അമ്മ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു അത് പറ. എൻ്റെ അമ്മയെ പറഞ്ഞ് നിങ്ങൾക്ക് വീഡിയോ ഇടാൻ എന്താണ് യോഗ്യത? ഞാൻ നിങ്ങളെ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ട്, അതെല്ലാം സ്റ്റോപ്പ് ചെയ്തു. എന്നെ എന്താ പറയുക, എന്നെ മോശമായിട്ട് നിങ്ങൾ ചിത്രീകരിച്ച് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്, എൻ്റെ വാട്സപ്പിൽ കിടക്കേണ്ട വോയിസ് ഞാനാണ് എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അത് എഡിറ്റ് ചെയ്ത് നിങ്ങൾ പല രൂപത്തിലാക്കിയിട്ട് നിങ്ങൾ ഇട്ടിട്ട് കളിയാക്കുന്നുണ്ട്. അതിലൊരു 100,000 കണക്കിന് ആൾക്കാർ വന്ന് എന്നെ തെറി വിളിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ നിങ്ങൾ വീഡിയോ ഇട്ടപ്പോൾ? അതുപോലെ തിരിച്ചും നമുക്ക് അങ്ങനെ ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല, നമ്മൾ ചെയ്യുന്നില്ല. കുറച്ച് പേർക്ക് വാക്ക് കൊടുത്തേക്കുന്ന കാര്യമാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞു തള്ളയോളി തായോളി എന്നൊക്കെ. അത് നിങ്ങൾക്കും ആവാം. നിങ്ങളുടെ അമ്മയെ നിങ്ങൾ ബന്ധപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ അമ്മയെ നിങ്ങൾ ബന്ധപ്പെടുന്നുണ്ടോ സുരേഷേ? നിങ്ങൾ ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ തള്ളയോളിയിൽ നിന്ന് തന്നെ വിളിക്കണം, തായോളിയിൽ നിന്ന് തന്നെ നിങ്ങൾ വിളിക്കണം. സുരേഷിനെ തായോളിയിൽ നിന്ന് തന്നെ വിളിക്കണം, അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ അതൊരിക്കലും ആരും ചെയ്യില്ല, അമ്മമാരെ ആരും ചെയ്യില്ല അങ്ങനെ, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തെറിവിളികളൊക്കെ ഒഴിവാക്കുക, അമ്മയെ പറയുന്നതൊക്കെ നിർത്തുക. നിങ്ങൾ വീഡിയോ ഇട്ടോ, ഞാൻ മോശമായ എന്തെങ്കിലും വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതും മാത്രം എടുത്തിട്ട് ട്രോൾ ചെയ്യുക, അത് മാത്രം എടുത്ത് ട്രോൾ ചെയ്യുക. ആവശ്യമില്ലാണ്ട് എന്തിനാണ് ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്? ഇത് നിങ്ങളെല്ലാവരും കേൾക്കുക. അതായത് ഞാൻ എന്തെങ്കിലും ഇനി പച്ചത്തെറി വിളിച്ചിട്ട് നിങ്ങൾ ചോദിക്കരുത്, അഭിലാഷം എന്തിനാണ് വന്ന് വീണ്ടും തെറി വിളിക്കുന്നത് ചോദിക്കരുത്. ഇത് സഹിക്കുന്നതിൻ്റെ പരിധിയുണ്ട്, ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇയാളുടെ മരിച്ചുപോയ മോളാണ് സത്യം, ഇനി വീഡിയോ ഇടില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇപ്പോൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇതെന്തെങ്കിലും മെൻ്റൽ പ്രശ്നമാണോ വിളിക്കുന്നത് എനിക്കറിയില്ല, അത് ചോദിക്കുക. അത് റീച്ചിന് വേണ്ടിയാണോ എന്നറിയില്ല, റീച്ചിന് വേണ്ടിയായിരിക്കും. കാരണം എൻ്റെ നമ്പറും കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതിയില്ലേ? ഞാൻ നന്നാവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ എന്നെ വിളിച്ച് പറയുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യാമല്ലോ. അതിനാണ് ഇയാൾ ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് വീഡിയോ ഇടുന്നത്. എൻ്റെ അമ്മയെ പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് കൂട്ടുകാരെ നിങ്ങളോട് പറയുകയാണ്, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ വേറെ രീതിയിൽ വിചാരിക്കരുത്. ഞാനിത് സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനിച്ച ആളാണ്, ഞാൻ വീഡിയോ ഇടാണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ എന്നെ വീണ്ടും ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ മാനസിക നില തെറ്റിപ്പോകുന്നൊരവസ്ഥയിലാണ് ഇരിക്കുന്നത്. അത് ഞാൻ പ്രതികരിച്ചിട്ട് നിങ്ങളൊന്ന് പറയാം. സുരേഷ് ഭായി നിങ്ങൾ കേൾക്കുവാണെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ കാണിക്കുന്ന മോശമായ തരമാണ്. ഞാൻ മോശം ചെയ്യുന്ന വീഡിയോയ്ക്ക് മോശമായിട്ട് നിങ്ങൾ പ്രതികരിക്കുക. അല്ലാണ്ട് ആവശ്യമില്ലാണ്ട് നിങ്ങൾ കുറേ വീഡിയോസ് ഇതാക്കിയിട്ട് എന്നെ ഇടുന്നത് അത് മോശമാണത്. നിങ്ങൾ അത്യാവശ്യം ഞാൻ ചെയ്യുന്ന തെറ്റായ വീഡിയോയ്ക്ക് നിങ്ങൾ പ്രതികരിച്ചോ, ഞാനൊന്നും മിണ്ടാൻ വരുന്നില്ല. അല്ലാത്ത വീഡിയോ എടുത്തും എൻ്റെ അമ്മയെ വിളിച്ച് നിങ്ങൾ വീഡിയോ ഇടുന്ന മോശമാണത്. നിങ്ങളൊരു നിമിഷം ചിന്തിക്കുക.